ന്യൂസ് മലയാളം 24/7 സത്യം പറയട്ടെ. നമസ്കാരം. ആരോഗ്യ മേഖലയിലെ കേരള മോഡലിൽ കരിനിഴൽ വീഴ്ത്തുന്ന അവയവ മാഫിയയെ ന്യൂസ് മലയാളം ഇന്ന് തുറന്നുകാട്ടി. വൻകിട ആശുപത്രികളും ഇടനിലക്കാരും ഡോക്ടർമാരും ഉൾപ്പെട്ട ആ ശൃംഖലയുടെ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ദരിദ്ര മനുഷ്യരാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരു പകൽ പിന്നിടുന്നു. അധികാരികൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ. അവർ ആരെയാകും ഭയക്കുന്നത്? അവയവ മാറ്റത്തിന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് ഇവരുടെ പ്രവർത്തനം. തെളിവുകളുടെ കൂമ്പാരത്തിന് മുകളിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ന്യൂസ് മലയാളം ടീം നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ആദ്യം, മനുഷ്യരുടെ കിഡ്നിയും കരളും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ കച്ചവട വസ്തുക്കളാക്കി കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കുന്ന വൻ ശൃംഖല കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. വൻകിട ആശുപത്രികളും ഇടനിലക്കാരും ഡോക്ടർമാരുമൊക്കെ സജീവ പങ്കാളികളായ കച്ചവട ശൃംഖല. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. അവയവ കച്ചവടത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോഴുമുണ്ടെങ്കിലും ഇത്ര വിശദമായും സൂക്ഷ്മമായും കേരളം ഇക്കാര്യങ്ങൾ അറിയുന്നത് ഞങ്ങളിലൂടെ ആയിരിക്കും. മനുഷ്യത്വമുള്ളവരെ ആകെ ഞെട്ടിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ആദ്യം കാണാം. കിഡ്നിക്ക് 15 ലക്ഷം, കരളിന് 20 ലക്ഷം. വിലപേശി മനുഷ്യാവയവങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളാവുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ. ലോക നിലവാരത്തിലുള്ള ആരോഗ്യമേഖല എന്നഭിമാനിക്കുന്ന നമ്മളിൽ എത്ര പേർക്കറിയാം മനുഷ്യരെ അറുത്തു വിൽക്കുന്ന ഒരു വൻ മാഫിയ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം? 3 മാസം നീണ്ടുനിന്ന ദീർഘമായ അന്വേഷണത്തിൽ ന്യൂസ് മലയാളം കണ്ടെത്തിയത് കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 120 അവയവദാന രേഖകൾ, 25 ദാതാക്കളുടെ മൊഴികൾ, ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയ 20-ലേറെ ഏജന്റുമാർ, ലാഭവിഹിതം പറ്റിയ ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും. ന്യൂസ് മലയാളം ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ക്യാമറയ്ക്ക് മുമ്പാകെ എത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ നിയമവിരുദ്ധ ക്രൂര കച്ചവടം. അവരെനിക്ക് 12 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. എനിക്ക് സർജറിക്ക് കയറണം, രാവിലെ 9 മണിക്ക് കയറണം, അതിന് മുമ്പായിട്ട് പൈസ കൊണ്ടെത്തണം. ബേബി ഡോക്ടർ ആണെങ്കിലും ബേബി ഡോക്ടറിന്റെ ഒക്കെ സർജറിയുടെ സമയത്ത് ഒരു 1 ലക്ഷം രൂപയുടെ ഒരു കവർ പുള്ളിക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ മാത്രം നടന്നത് 500 കോടി മതിക്കുന്ന അവയവ കച്ചവടം. മെഡിക്കൽ ട്രസ്റ്റും രാജഗിരിയും ഇടനിലക്കാരുടെ താവളങ്ങൾ. രാജഗിരിയിൽ ജോസ് തോമസ് ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്. അതിനൊപ്പം തന്നെ കോർഡിനേറ്റർ ആണെങ്കിൽ റോണിയാണ്, പക്ക മനുഷ്യനാണ്. നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇരയാകുന്നവർ ആരാണ്? കേരളത്തിന്റെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലുമുള്ള ദരിദ്രരായ മനുഷ്യർ. ശരീരം കീറി അവയവം കൊടുത്താൽ അവർക്ക് കിട്ടുന്നത് തുലോം തുച്ഛമായ തുക. പാവപ്പെട്ടവർക്കും വൻ ആശുപത്രികൾക്കുമിടയിലെ ഇടനിലക്കാർ കൈക്കലാക്കുന്നതോ ഒരവയവത്തിന് 20 ലക്ഷം രൂപ വരെ. തുടർ ചികിത്സയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള സാഹചര്യങ്ങളും ലഭിക്കാതെ പാവം അവയവദാതാക്കൾ കഷ്ടപ്പെടുമ്പോൾ ഈ വൻ റാക്കറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി കച്ചവടം വ്യാപിപ്പിച്ചു വളരുന്നു. അവയവദാനത്തിന് കർശനമായ നിയമങ്ങളുള്ള നാട്ടിലാണിത് എന്നോർക്കണം. ഊഹാപോഹങ്ങളല്ല ഞങ്ങൾ ഈ പറയുന്നത്. കൃത്യമായ രേഖകളും തെളിവുകളുമുള്ള വസ്തുതകൾ മാത്രം. നഗ്നമായ ഈ തുടർ മനുഷ്യാവകാശ ലംഘന പരമ്പരയ്ക്ക് തടയിടേണ്ടത് മലയാളികൾ ഓരോരുത്തരുടെയും കടമയാണ്. അതാണ് ഈ അന്വേഷണ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ട് ഇത് നിർബാധം തുടരുന്നു? എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇതറിയുന്നില്ല? അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇക്കാര്യങ്ങൾക്ക് ഉത്തരം വേണം. വിശദാംശങ്ങൾക്കായി ഞങ്ങൾക്കൊപ്പം തുടരുക. അവയവച്ചന്തയിലെ ലേലം വിളികളാണ്
ഈ മണിക്കൂറിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ആരോഗ്യ വിദഗ്ധരും നിയമവിദഗ്ധരുമെല്ലാം തത്സമയം ഈ ചർച്ചയിൽ പങ്കുചേരും. ഞങ്ങളുടെ പ്രതിനിധികളും എത്തും. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടത്തിനായി 20 ഏജന്റുമാരെങ്കിലും പ്രവർത്തിക്കുന്നതായാണ് ന്യൂസ് മലയാളം അന്വേഷണത്തിൽ തെളിഞ്ഞത്. അവയവ മാറ്റം സുതാര്യമാക്കാൻ നിലവിലുള്ള ശക്തമായ നിയമ സംവിധാനങ്ങളെയെല്ലാം ഈ ഇടനിലക്കാർ അട്ടിമറിക്കുന്നു. ആശുപത്രി അധികൃതരും സർക്കാർ സംവിധാനങ്ങളും ഇടനിലക്കാരും ചേർന്ന ഒരു മാഫിയ സാന്നിധ്യമാണ് ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞത്. കേരളത്തിലെ അവയവ കച്ചവട ഹബ്ബായ ലേക്ക് ഷോർ ആശുപത്രിയിൽ ന്യൂസ് മലയാളം വാർത്താ സംഘത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ആദ്യം കാണാം. മെയ് 2-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കെടുത്ത ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിനോടകം 300ഓളം അവയവ കച്ചവടം നടത്തിയ ഇടനിലക്കാരനായ ഷാജിയെയും ഷൈനെയുമാണ്. കോട്ടയം സ്വദേശിയുടെ അവയവം വിൽക്കുന്നതിന്റെ രേഖകളുമായാണ് ഇടനിലക്കാർ നിർലോഭം സഞ്ചരിക്കുന്നത്. ഡോക്ടറെ കാണുന്നതിന് മറ്റു രോഗികൾ കാത്തിരിക്കുമ്പോൾ ഇടനിലക്കാർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഇവർക്ക് ആശുപത്രിയിലെ ഏത് വിഭാഗത്തിലേക്കും അനായാസം കയറി ചെല്ലാം. ഒരു ആതുരാലയത്തിൽ നടക്കുന്ന നിയമവിരുദ്ധ കച്ചവടത്തിന്റെയും ആ നിയമവിരുദ്ധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ആശുപത്രി ജീവനക്കാരെയും ഇടനിലക്കാർ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. മീനെ പറഞ്ഞിട്ടെങ്കിൽ ഒരു ദിവസം എത്ര ഫയൽ അവർ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. കമ്മിറ്റി എങ്ങാനും പൊട്ടി അപ്പം പിടിക്കുന്നത് മീനല്ല. അവിടെ നടക്കണ എല്ലാം ഇങ്ങനെയാണെന്ന് അറിയാം. യാതൊരു വിഷയമൊന്നുമില്ല. മീനതൊക്കെ നമുക്ക് കയറിച്ചില്ല. ഞങ്ങൾക്കാണെങ്കിലും കയറി ചെന്ന് ആ ഒരു താഴ്വര നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടെസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ CTയും DSയും DTPയും ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിറ്റി കൗൺസിലിംഗ് ഒന്നും ഒരു വിഷയമല്ല. 3 ടൈമായിട്ടാണ് പൈസ മേടിക്കുന്നത്. ഫസ്റ്റ് അഡ്വാൻസ് പേയ്മെൻ്റ് ഉണ്ട്. അത് എത്ര 2 3 എങ്ങാണ്ടാണ് 2. അത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ തന്നാലും മതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് ക്രോസ് മാച്ച് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 ലക്ഷം രൂപ, മൊത്തം 5 ലക്ഷമായി. പിന്നെ സർജറിയുടെ തലേ ദിവസം, സർജറി 10-ാം തീയതി ആണെങ്കിൽ സർജറിയുടെ തലേ ദിവസം 9-ാം തീയതി വൈകിട്ട് ഒരു 6 മണിക്ക് മുമ്പായിട്ട് ബാക്കി എമൗണ്ട്. ഇതെല്ലാം ക്യാഷായി. അവയവക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന കേന്ദ്രങ്ങളും ആശുപത്രികളാണ്. ആലപ്പുഴ പാണാവള്ളി സ്വദേശിക്ക് അവയവമാറ്റത്തിന് മുൻപ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് പണം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്ലിയർ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒന്നും നോക്കാം. ടെൻഷൻ കഴിക്കും. നല്ലപോലെ നമ്മൾ പണം കൈമാറിയത് സംബന്ധിച്ച വിവരങ്ങളും ഇടനിലക്കാരൻ ഷൈൻ വ്യക്തമാക്കും. ഇവരുടെ കമ്മീഷൻ്റെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. ഈ ഡോണിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നവർക്ക് കമ്മീഷൻ 1 ലക്ഷം രൂപ കൊടുക്കണമെന്നുള്ളൊരിതുണ്ട്. അപ്പം ഓൾറെഡി ദർശനയ്ക്ക് ഷായിച്ചിട്ട് മുൻകൂട്ടി എല്ലാ പണവും സെറ്റിൽ ചെയ്തെന്ന് പേപ്പറൊക്കെ എഴുതി ഒപ്പിട്ട് പേപ്പറൊക്കെ ഉണ്ട്. ഞാൻ പൈസ കൊടുക്കാൻ പോകും. പൈസ കൊടുക്കാൻ ശല്യം പോകും. അതിനകത്തൊരു ഒരു രൂപ കുറച്ചാണ് വെച്ചേക്കുന്നത് ഈ കമ്മീഷൻ പുറമെ. ഡോണിക്കുള്ള 9 ഉണ്ട്. പൈസയുടെ ഞാൻ ചെന്ന് വെച്ചു. അപ്പോൾ അവർ ക്യാമറയും പിടിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി കൊടുക്കുമ്പം ആരും ഒന്നും സമ്മതിക്കുന്നില്ല. ഇത് പൈസ കൊടുക്കാൻ പറ്റില്ല, നടത്തൂല, ഞങ്ങൾ ഇറങ്ങിപ്പോകും. പുള്ളിനെ വിളിച്ച് കാര്യമില്ല, എന്നാൽ പിന്നെ നടക്കണ്ട, നീ ഇറങ്ങി വരാൻ പറ്റും. ഞാൻ നാളോട്ട് വേണ്ടി പോകും. എന്നിട്ട് ഞാൻ ഈ ചേച്ചിയെ വിളിച്ചു, ചേച്ചി ഒരു ചേച്ചിയുടെ ഇല്ലേ, അത് നിങ്ങൾ എന്താണ് ഇതിന് 50,000 രൂപയ്ക്ക് വേണ്ടി ഇതാക്കുന്നത്, ഞാൻ എങ്ങനെയും പറഞ്ഞ് മേടിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞു. അവസാനം പറഞ്ഞ് വിളിച്ച് മെയിലും ഫോട്ടോ ഇട്ട് കൊടുത്തു. മറ്റേ തിലകൻ എന്ന് പറഞ്ഞ ആൾ കിടന്നിട്ട് ഭയങ്കര ഷോ ഒക്കെ കാണിച്ച് ഭയങ്കര നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. അവസാനം പെൻഷനിൻ്റെ കാര്യം വിളിച്ച് വരുത്തി. ആള് എന്നിട്ട് നമുക്ക് തരാൻ ഇപ്പം എൻ്റെ പൈസ ഇല്ല, പിന്നീട് നോക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത്. അവസാനം 50 രൂപ തരാമെന്ന് പറഞ്ഞ് ഓക്കെ. സൂക്ഷ്മമായ നിയമ സംവിധാനത്തിലൂടെയാണ് രാജ്യത്ത് അവയവമാറ്റ സർജറികൾ നടക്കേണ്ടത്. അത്തരം സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഷാജിയെ പോലുള്ള ഇടനിലക്കാർ വിഹരിക്കുന്നതും. നിയമ സംവിധാനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി പണം കൈപ്പറ്റി വലിയ ഒരു മാഫിയ തന്നെ അവയവ കച്ചവടത്തിനായി കേരളത്തിൽ നിലനിൽക്കുന്നു. ഇതിന് ആശുപത്രികളും ഡോക്ടർമാരും ജീവനക്കാരും കൂട്ടുനിൽക്കുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നത്
സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ വിശ്വാസ്യത കൂടിയാണ്. റാഫി കരീമിനൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം 24/7. കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ മാഫിയ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലേക്കും വ്യാപിച്ച് പ്രവർത്തിക്കുന്നു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് അവയവ മാറ്റത്തിനായി രോഗികളെയും ദാതാക്കളെയും ഇടനിലക്കാർ ലേക്ക് ഷോറിലേക്ക് എത്തിക്കുന്നു. തമിഴ്നാട് സ്വദേശിയായ ഇടനിലക്കാരനെ പിന്തുടർന്ന ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ ഈ ശൃംഖലയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. ഇത് സൗന്ദര്യരാജ്, ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന ഇടനിലക്കാരിൽ ഒരാൾ. 3 വർഷമായി സൗന്ദര്യരാജ് ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം ആരംഭിച്ചിട്ട്. സൗന്ദര്യരാജിനായി രോഗികളും അവയവദാതാക്കളും എത്തുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്നാണ്. സൗന്ദര്യരാജിനൊപ്പമുള്ള 2 പേരും അവയവ വിൽപ്പനയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലേക്ക് ഷോറിൽ എത്തിയവരാണ്. ഇവർ അവയവം നൽകുന്നതിന് മുമ്പുള്ള പരിശോധനകൾക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആശുപത്രിയുടെ 3ാം നിലയിലുള്ള നെഫ്രോളജി വിഭാഗത്തിലായിരുന്നു ഇവർ കൂടുതൽ സമയവും. സൗന്ദര്യരാജിനെ പിന്തുടർന്ന് ആശുപത്രിയിൽ നിന്നിറങ്ങി ഞങ്ങളെത്തിയത് ലേക്ക് ഷോറിന് സമീപത്തുള്ള ലോഡ്ജിലാണ്. സൗന്ദര്യരാജിന്റെ മുറിയിലെത്തിയ ഞങ്ങൾക്ക് ലഭിച്ചത് 3 വർഷത്തിനിടെ ലേക്ക് ഷോറിൽ അവയവദാനത്തിനെത്തിയ 89 പേരുടെ രേഖകളും വിവരങ്ങളുമാണ്. ലേക്ക് ഷോർ ആശുപത്രിയുടെ സീലും സൗന്ദര്യരാജിന്റെ പക്കൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു. സൗന്ദര്യരാജിനോട് ഞങ്ങൾ സംസാരിച്ചു. ஹாஸ்பிட்டல் தெரிஞ்சு தான் நான் பண்ணுறேன். வர்றது போக தெரியும் சார். வந்து பேஷண்ட்டுக்குன்னா அவங்க செக்கப் போட்டு இந்த மாதிரி டோனர்னா செக்கப் எழுதி கொடுப்பேன். டாக்டர் பார்த்துட்டு எழுதி கொடுப்பாங்க, அவ்வளோதான். அபிசார் தான் எழுதி கொடுப்பாரு. அவங்க டேரெக்டாக நான் போக மாட்டேன். அவங்க யார் பேஷண்ட்டோ அவங்க தான் போவாங்க. ലേക്ക് ഷോർ ആശുപത്രിയിലെ ട്രാൻസ്പ്ലാന്റേഷൻ കോർഡിനേറ്ററായ അപർണയെ ഞങ്ങളുടെ മുന്നിലിരുന്ന് തന്നെ അയാൾ വിളിച്ചു. மேம் மேம் இவங்க அந்த இந்திராணி இருக்காங்க இல்லையா, 5 டாக்டர் பார்த்தாச்சு. வேறு என்ன பண்ணணும் மேம்? இன்னைக்கு ஊருக்கு போகிறாங்க மேம். அவங்க அடுத்து வாரம் தாங்க மேம் வருவாங்க. ஆமாங்க மேம். என்கிட்ட எதுவும் இல்லை மேம். எதுவும் இல்லை மேம். சரி மேம். டாக்டர் பார்க்கல, பார்த்துட்டு தானே நம்ம பேப்பர் வாங்கணும் இல்லைங்களா? എല്ലാ ഡാക്ടർ മുൻചുരുപ്പാട് പേപ്പർ വാങ്ങണം ഇല്ല മാം. അവയവം വിൽക്കാനെത്തിയ തമിഴ്നാട് സ്വദേശികളോടും ഞങ്ങൾ സംസാരിച്ചു. തങ്ങളുടെ ഏത് അവയവമാണ് വിൽക്കാൻ പോകുന്നതെന്ന ധാരണ അവർക്കുണ്ടായിരുന്നില്ല. പണം ലഭിക്കുമെന്ന് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. 30 ലക്ഷം രൂപ രോഗികളിൽ നിന്ന് വാങ്ങുന്ന ഇടനിലക്കാർ അവയവദാതാക്കൾക്ക് നൽകുന്നത് 4 മുതൽ 7 ലക്ഷം വരെയാണ്. தெரிஞ்சவங்க கிட்ட பேசிகிட்டு இருந்தோம். அந்த மாதிரி கடன் பிரச்சனை இருக்குது, என்ன பண்ணலாம் ஏது பண்ணலான்னு கேட்டுட்டு இருந்தோம். அதனால் அவங்க வந்து பக்கத்தில் இருக்கிறவங்க சொல்லியிருந்தாங்க, இந்த மாதிரி அவர்கிட்ட போனீங்கன்னா அவங்க எதாக இருந்தாலும் பார்ப்பாங்க அப்படின்னு. ஆனால் அவர் பேர் என்னன்னு தெரியாது. அவர் வந்து பேசிட்டு போனார், இந்த மாதிரி ஆள் இருக்குமா, வேணால் பண்ணுறேன்னா பண்ணுங்கள், நீங்கள் வேணால் அந்த பணம் வாங்கி கூட கடன் கட்டிக்கலாம், ஒன்றும் பிரச்சனை இல்லை அப்படின்னாங்க. அது மட்டும்தான் தெரியும். அவர் யாருன்னே சத்தியமால எங்களுக்கு தெரியாதுங்கண்ணா. எனக்கு தெரிஞ்சது இவங்க மட்டும்தான் தெரியும், வேறு யாரும் எனக்கு தெரியாது. ஆனால் இவங்களுக்கு ஏதாவது அவங்க பழக்கமாக என்னமோ அது தெரியாது. கடன் பிரச்சனை இருக்குது, கடை கொடுத்தோம். கடன் 3 லட்ச ரூபா கடன் இருக்குது. எல்லாம் வெளியே கந்து வெட்டி எல்லாம் പണം വാങ്ങി എല്ലാം ലാക്ക് വെച്ചു. തമിഴ്നാട്ടിലെ വിദൂര ഗ്രാമങ്ങളിൽ കടക്കണിയിൽപ്പെടുന്ന മനുഷ്യരെ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് ലേക്ക് ഷോറിലേക്ക് എത്തിക്കാൻ സൗന്ദര്യരാജിനെ പോലുള്ള ഇടനിലക്കാരെ നിർത്തിയിരിക്കുന്നുവെന്നാണ് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു കച്ചവട റാക്കറ്റിന്റെ സാന്നിധ്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ക്യാമറ പേഴ്സൺ അക്ഷയ് VS-നും വിഷ്ണു അജയനുമൊപ്പം റാഫി കരീം, കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം 24/7. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഹൈക്കോടതി അഭിഭാഷകനാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുന്ന അഭിഭാഷകനാണ്. അദ്ദേഹം അല്പസമയത്തിനകം നമ്മൾക്കൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ ചേരും. ഒപ്പം ഡോക്ടർ മുരളീധരൻ ആരോഗ്യ വിദഗ്ധനാണ്. അദ്ദേഹം കോഴിക്കോട് നിന്നും, ഡോക്ടർ മോഹൻ റോയ് ആരോഗ്യ വിദഗ്ധൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ഒപ്പം ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ കൃഷ്ണപ്രിയയും AR മുഹമ്മദ്, റാഫി കരീമും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഡോക്ടർ മുരളീധരനിലേക്ക് പോയാൽ, ഡോക്ടർ മുരളീധരൻ, ഒരു മനുഷ്യന് അവൻ്റെ സഹജീവിയെ
ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ട്, അവരുടെ ജീവനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ് ഒരുപക്ഷെ അവയവ ദാനത്തെ ആരോഗ്യ കേരളം കാണുന്നത്. അത്രയും മഹത്തരമായ ഒരു പ്രവൃത്തി. അതിനുവേണ്ടി ഒരുപാട് ക്യാമ്പയിനിങ്ങുകളൊക്കെ സംസ്ഥാന സർക്കാർ അടക്കം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട്, അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് ഇത്ര ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നത്? ഇങ്ങനെ ചന്തയിൽ ലേലം വിളിക്കുന്നത് പോലെ അവയവങ്ങൾ കച്ചവടം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ആദ്യമായി ന ബ്രൂയാത് സത്യം അപ്രിയം എന്ന് പറഞ്ഞും പഠിച്ചും കേട്ടിട്ടുമുള്ള നമ്മുടെ സമൂഹം സത്യം എന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പുതിയ ചാനലിൻ്റെ അവതാരം കാത്തിരിക്കുകയാണ് ഇന്ന്. അതിന് നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രവർത്തന നിലയിൽ എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു പൊള്ളുന്ന വിഷയം, വളരെ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയം ഇന്ന് നിങ്ങളുടെ ഉദ്ഘാടന ദിവസം തന്നെ കൊണ്ടുവന്നതിലും എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യമായി അറിയിക്കട്ടെ. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ വളരെ കൃത്യമായി ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ആരോഗ്യ പ്രവർത്തകരോടും ഗവൺമെൻറ്റിനോടും ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചത്. അതിൽ എനിക്ക് ഒരു നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു നറാറ്റീവിൽ ഒരു പരാതിയുള്ളത്, ഡോക്ടർമാരെയും ആശുപത്രികളെയും മുൻനിർത്തി അവർ കുറ്റവാളികളാണെന്ന് നിങ്ങൾ പറയുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള രേഖകളും തെളിവുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കങ്ങനെ പറയാൻ പറ്റുക. ഒരു നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ വ്യക്തമാക്കണം. അല്ലാതെ നമ്മുടെ അസംഷൻ വെച്ചിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ബ്രോക്കർ പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യം എന്ന് നമ്മൾ വിചാരിക്കുകയും അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. അപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഏത് ചാനലിൽ നിന്നാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള, വളരെ സത്യസന്ധമായ, നിങ്ങൾ പറഞ്ഞു സത്യസന്ധമായിട്ടുള്ള നിയമപരമായി വാലിഡിറ്റി ഉള്ള നിലപാടാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു പോപ്പുലറൈസ് ചെയ്യുക, ഒരു പോപ്പുലാരിറ്റിക്ക് പിന്നെ ഒരു പോപ്പുലൈസ്ഡ് സ്റ്റാൻഡ് എടുക്കുക. ആ രീതിയിലേക്ക് പോകരുതെന്നുള്ള എനിക്ക് ദയവായി നിങ്ങളോട് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, നിയമപരമായ തെളിവുകൾ അത് മുന്നോട്ട് വെച്ച് മുരളീധരൻ, ഈ ഒരു റിപ്പോർട്ട് അങ്ങനെ തെളിവുകളുടെ പിൻബലത്തിൽ അല്ലാതെയാണ് ഞങ്ങൾ ചെയ്തത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, തെളിവുകളുടെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവ് പറയും. അല്ല, ഞാൻ പറയുന്നത് പറയട്ടെ. അതായത് ഒരു ബ്രോക്കർ പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് അത് ജനറലൈസ് ചെയ്യാൻ പോകരുത് നമ്മൾ ഒരിക്കലുമില്ല. ഡോക്ടർ മുരളീധരൻ, ദയവായി ഞാൻ ഇടപെടുകയാണ്. കൊച്ചിയിലെ 5 ആശുപത്രികളിലായി 5 വർഷത്തിനിടയിൽ നടന്ന 2725 അവയവ മാറ്റ ശസ്ത്രക്രിയകൾ ഞങ്ങൾ പരിശോധിച്ചു. 10 ദാതാക്കളുടെ മൊഴികൾ ഞങ്ങളുടെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. 15 പേരുടെ മൊഴികൾ ഫോണിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 120 അവയവ ദാന രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. 5 സ്വീകർത്താക്കളെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ, തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് ഒക്കെ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടല്ല ഇത്. താങ്കളുടെ അറിവിലേക്കായും ഏറ്റവും ഒടുവിൽ ചേർന്ന പ്രേക്ഷകരുടെ അറിവിലേക്കായുമായാണ് ഞാൻ ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ഡോക്ടർ മുരളീധരൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പക്ഷേ എന്താ അറിയോ, അതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തരം വിവരങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി പറയുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്താൽ മാത്രമാണ് നമുക്കതിൽ ഇടപെടാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ നമുക്ക് ഒരു കോൺസ്പിറസി തിയറി പോലെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അത് ധാരാളം ഇങ്ങനത്തെ കോൺസ്പിറസി തിയറികൾ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുകയും കാണുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാരെയും ആശുപത്രികളെയും, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓർത്തോയുടെ ഒരു കേസ് കേട്ടില്ലേ, നിങ്ങൾ ഒരു തരത്തിലുള്ള നീതീകരണമില്ലാതെ ഡോക്ടർമാരെയും ആശുപത്രിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട്. നമുക്കൊരു വിശ്വസിക്കാൻ ഒരു കുറച്ച് ഉപ്പ് കഴിച്ച് മാത്രം വിഴുങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് സംശയിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് നിങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരൂ, സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരൂ. റിപ്പോർട്ടിൽ വ്യക്തത കുറവുണ്ട് എന്നാണോ? എന്ത് കാര്യത്തിലാണ് വ്യക്തത വേണ്ടത്? പറയൂ, ചോദിക്കൂ. നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കൂ. നിങ്ങൾ ഈ ഇത്തരം കാര്യങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൂ, നിങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരൂ. കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് അതാണ്. ഞങ്ങളുടെ റിപ്പോർട്ടുകൾ അതായിരുന്നു. ഈ റിപ്പോർട്ടുകളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി ചോദിക്കൂ.
സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു, അത് വെരിഫൈ ചെയ്യണ്ടേ? നിങ്ങളൊരു കാര്യം, നിങ്ങളൊരു നിലപാട് മുന്നോട്ട് വെച്ചാൽ അത് ശരിയാണോ തെറ്റാണോ നോക്കണ്ടേ? ഏകപക്ഷീയമായ ഒരു നിലപാടല്ല ഡോക്ടർ ഇത്, അല്ലെങ്കിൽ അത് ഫേക്ക് ആണോ? ഡോക്ടർ ഇത് ഏകപക്ഷീയമായ ഒരു നിലപാടല്ല. ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് തൊണ്ടതൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ സമൂഹം തയ്യാറാവില്ല. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടും കാര്യമായിട്ടും പറയുന്നത് പറഞ്ഞു. അപ്പോൾ അതിന് ലീഗൽ വാലിഡിറ്റിയോട് കൂടി സത്യസന്ധമായിട്ട് പറയുകയും അത് സമൂഹം വിശ്വസിക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത വേണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റാഫി, ഡോക്ടർക്ക് ചില അവ്യക്തതകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഡോക്ടർക്കല്ല, ഈ സമൂഹത്തിന് തന്നെ വേണം. ഈ സമൂഹത്തിന് തന്നെ ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ ഒരു നിലപാട് സംശയങ്ങൾ നേരിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടർ റാഫിയോട് ചോദിച്ചോളൂ. വിഴുങ്ങണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ റിപ്പോർട്ടർ കൃഷ്ണപ്രിയ കാര്യതാണ്, ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നു. പറഞ്ഞോളൂ. നിങ്ങളൊരു നിലപാട് മുന്നോട്ട് വെക്കുന്നു, അത് ഞങ്ങളെല്ലാവരും തൊടാൻ വിഴുങ്ങണം നിർബന്ധമൊന്നുമില്ല. അത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ശരിയാണോ തെറ്റാണോ നമുക്ക് ബോധ്യപ്പെടണം. അങ്ങനെയല്ലേ ഡോക്ടർ? ഞങ്ങൾക്ക് ആർക്കുമെതിരെ ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പുതുതായി തുടങ്ങിയ ഒരു ചാനലാണ്. ഞങ്ങൾ എന്തിനു നിലപാടെടുക്കണം? അല്ല, നമ്മുടെ ഈ കാലത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വെരിഫൈ ചെയ്ത് ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ മൊഴികൾ, ഈ പറഞ്ഞ ബൈറ്റുകളെല്ലാം വ്യാജമാണ് എന്നാണോ ഡോക്ടർ പറയുന്നത്? ആണോ? വ്യാജമാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അതിൻ്റെ ആ സ്പിരിറ്റിൽ എടുക്കൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ബോധ്യപ്പെടണ്ടേ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം സത്യമാണ് നമുക്ക് അംഗീകരിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അത് നമുക്ക് സമൂഹത്തിൽ ശരിയാണെന്ന് മനസ്സിലാക്കുകയും അത് തൊടാതെ വിഴുങ്ങണമെന്ന് നിങ്ങളുടെ നിലപാട് ശരിയല്ല. വെരിഫൈ ചെയ്യട്ടെ, പറഞ്ഞോളൂ. അല്ല, അതാ അപ്പം നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങളത് ഡോക്ടർമാരെയും സമൂഹത്തിനെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഡോക്ടർമാരെയും ആശുപത്രിയും കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് വെരിഫൈ ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ അത് തെറ്റായിരിക്കാം, അത് നമ്മൾ വെരിഫൈ ചെയ്യണ്ടേ? ഇത് എല്ലാ ഡോക്ടർമാരെയോ എല്ലാ ആശുപത്രികളെയോ അടച്ചാക്ഷേപിക്കുന്ന ആ ഒരു നിലപാടല്ല. നിങ്ങളൊരു ഈ വിഷയത്തിൽ കുറ്റക്കാരായിട്ടുള്ള ഡോക്ടർമാരെയും ആശുപത്രിയെയും മാത്രമാണ് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. അതെങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റും ഡോക്ടർ? അല്ല, ഞാൻ പറയാൻ തരോ, നിങ്ങൾ പറഞ്ഞൊരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയുന്നത് 100% ഞങ്ങൾ വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ശരിയല്ല. അത് നമ്മൾ വെരിഫൈ ചെയ്യണ്ടേ? നിങ്ങൾ പറയുന്നൊരു കാര്യം പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ കേട്ടു. ഇനി ഞങ്ങൾക്കത് വെരിഫൈ ചെയ്യണം. അത് ശരിയാണോ തെറ്റാണോ നോക്കേണ്ട അവകാശം നമുക്കില്ലേ? തീർച്ചയായും സമയമെടുത്ത് ആ കാര്യത്തിൽ വ്യക്തത വരുത്തുക. ഡോക്ടർ മുരളീധരൻ, താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ മോഹൻ റോയ് ചേരുന്നുണ്ട് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടർ മോഹൻ റോയ്, ഈ അന്വേഷണ റിപ്പോർട്ടുകളിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? താങ്കൾക്ക് വിരുദ്ധ അഭിപ്രായമുണ്ടോ? എന്താണ് അഭിപ്രായം? പറഞ്ഞോളൂ. അല്ല, എനിക്ക് തോന്നുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വസ്തുത ചെക്ക് ചെയ്യാനൊന്നും ഡോക്ടർമാര് ആയ ഞങ്ങൾ കഴിവുള്ള ഒരു പൊതുസമൂഹം ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഒന്നാമതായി നമ്മുടെ ഈ ചർച്ച എന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ഈ റിപ്പോർട്ടിന്റെ വസ്തുത എന്താണ്, അത് സത്യമാണോ കള്ളമാണോ എന്ന് പരിശോധിക്കലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ കാലമൊക്കെ ഫാക്ട് ചെക്കിങ്ങിൻ്റെ ഒക്കെ കാലമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. ഈ വാർത്ത വരുമ്പോൾ അതിൻ്റെ വസ്തുത ശരിയാണോ അല്ലയോ എന്നുള്ളൊരു പരിശോധന സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ ഉണ്ടെങ്കിൽ അതിലേക്കാണ് മുന്നോട്ട് പോകുക. അതാണല്ലോ പ്രക്രിയ. അപ്പോൾ അതിൻ്റെ ഈ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ല എന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നും പറയുന്നില്ല. അതൊക്കെ ഇനിയുള്ള പ്രക്രിയകളിലൂടെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാമല്ലോ പല ആരോപണങ്ങളും, അത് ആരോഗ്യ മേഖലയ്ക്കെതിരായിട്ടാകട്ടെ മറ്റെന്ത് മേഖലയ്ക്കും എതിരായിട്ടാകട്ടെ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നെ ഉള്ള പരിശോധനയിൽ ശരിയാകുന്നതും തെറ്റാകുന്നതും ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട വിഷയം നിങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. എന്താണ് ഈ വിഷയം? യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഇത് കൃത്യമായി കാണുന്നവർ അവരുടെയും കൂടെ ഒരു അറിവിലേക്ക് ഞാൻ പറഞ്ഞത്, രണ്ട് തരത്തിലുള്ള ഓർഗൻ ഡൊണേഷനാണ് നമുക്ക് പൊതുവേ ഉള്ളത്. ഒന്നൊരു ലിവിങ് ഓർഗൻ ഡൊണേഷനും നമ്മുടെ ഡിസീസ്ഡ് ഓർഗൻ ഡൊണേഷനും, അത് മരിച്ചവരിൽ നിന്നുള്ള അവയവങ്ങൾ എടുക്കുന്നത് അവരുടെ ഒരു സമ്മതവും ഒക്കെ നേടി. രണ്ടാമത് ലിവിങ് ഓർഗൻ ഡൊണേഷൻ.
ഇതിലേറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലിവിങ് ഡോണർ ഓർഗൻ ഡൊണേഷനിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുകൊണ്ടാണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ ലോകത്ത് എല്ലായിടത്തും മരണാനന്തരമുള്ള ഓർഗൻ ഡൊണേഷൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും പേര് ഈ ഫ്ലോറിലുണ്ടല്ലോ, നമ്മളിൽ എത്ര പേർക്ക്, നമുക്ക് എല്ലാവർക്കും ലൈസൻസ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമ്മളിൽ എത്ര പേര് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ആർ യു വില്ലിംഗ് ടു ഡൊണേറ്റ് യുവർ ഓർഗൻസ് എന്നതിന് യെസ് കൊടുത്തിട്ടുണ്ട്? ഇനി പോട്ടെ, കേസ് ഓട്ടോയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മളെല്ലാവരും മരണാനന്തരം അവയവം കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തർ ആലോചിക്കുക. എനിക്ക് മറുപടി വേണ്ട. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ വളരെ വാണിജ്യവൽക്കരിച്ചാണ് ഈ ഡോക്ടർ പറയുന്നത് എന്ന് ദയവായി പറയാതിരിക്കുക. ഇതൊരു കമോഡിറ്റിയാണ്. ഇതിലൊരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഉണ്ട്. ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ ആവശ്യം എങ്ങനെയാണ് ഇവർക്ക്? നമ്മൾ കേരളത്തിലെ പോലീസിന്റെ ഡേറ്റ ഒന്ന് പരിശോധിക്കുക. 2016 മുതൽ ഈ പറയുന്ന 2024 ഏപ്രിൽ വരെ റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ കേരളത്തിൽ നടന്നിട്ടുള്ള മരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഏകദേശം 2022 4317 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ദിവസം ഏകദേശം ഒരു 12 പേർ മരിച്ചിട്ടുണ്ട്. 2016 നമ്മൾ 4287, 2019 4440, ഈ വർഷം ഏപ്രിൽ മാസം വരെയുള്ള കണക്കിൽ നമുക്ക് 1393. ഇതിലുള്ളവർ ഓർഗൻ ഡൊണേഷന് വിമുഖത കാണിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പല മാധ്യമങ്ങളിലൂടെ കൊണ്ടുവന്ന തെറ്റായ ഒരു പ്രയോഗത്തിന്റെ ഭാഗമാണ്. മുരളി സാറിനൊക്കെ പ്രത്യേകിച്ച് വരും, നമ്മളത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് സാർ. ഒരു പ്രത്യേക സിനിമ, ആ സിനിമയുടെ പേരൊന്നും പറയാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല, ആ ഒരു ചിത്രം വന്നതിന് ശേഷം ഇത്തരത്തിൽ ഒരു മരണപ്പെട്ട ആൾക്കാരെ വാഹനം ഇടിച്ചു കൊന്ന് കൃത്യമായ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുള്ള വലിയ ഒരു മാഫിയ എന്ന രീതിയിലുള്ള ഒരു പരാമർശം ആയി. അത്തരത്തിലൊരു സംഭവം വന്നതിന് ശേഷം കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ വ്യക്തമാക്കും ഈ മരണാനന്തരമുള്ള അവയവദാനം കുറയുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇത് കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം. തീർച്ചയായിട്ടും ഇപ്പൊ കേസ് ഓട്ടോയിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ച പോലെ മരണാന്തരം ആകുന്നതിനൊരു പ്രക്രിയയുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ തന്നെ വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും മറ്റും ഉള്ളതാണ്. അത് പാലിക്കാൻ എല്ലാ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. അതിന് നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത്. പക്ഷേ നമ്മൾ ഒരു വാർത്ത മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, അതിനൊരു മറുപടി ഇപ്പൊ നമുക്ക് കൃത്യമായി വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം, ആശുപത്രിക്കാരെ ചിലപ്പോൾ പ്രതികരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടാവാം, അത് ഞാൻ കണക്കിലെടുക്കുന്നു. ആ ആശുപത്രിയുടെ ഒരു വാദം നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ള വലിയൊരു വശമുണ്ട്. ആശുപത്രികളോട് ഡോക്ടർ മോഹൻ റോയ്, താങ്കൾ വസ്തുതകളെ നിരത്തി തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഉറപ്പായും മൃതസഞ്ജീവനി പദ്ധതി അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അതൊന്നും ഒരു സിനിമ കൊണ്ട് മാത്രം അങ്ങ് മൃതപ്രായമാകും എന്ന് വിശ്വസിക്കാൻ വയ്യ. ആ കാര്യങ്ങളിൽ കൃത്യമായ നോട്ടക്കുറവുണ്ട് എന്നുകൂടി വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇപ്പോൾ മുഹമ്മദ് റാഫി കരീം കൂടി ചേരുന്നുണ്ട്. നേരത്തെ പറഞ്ഞു നമ്മുടെ റിപ്പോർട്ടർ റാഫി, നേരത്തെ തുടക്കത്തിൽ സംസാരിച്ച ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തോതിൽ സംശയം പ്രകടിപ്പിച്ചു. ഡോക്ടർ മോഹൻ റോയ് ആകട്ടെ മൃതസഞ്ജീവനി പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ മരണാനന്തര ശേഷം മരണാനന്തര അവയവദാനം കൃത്യമായി നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൂടി ഈ അവയവ മാഫിയ ഇവിടെ ഇത്തരത്തിൽ കച്ചവടം കൊഴുക്കുന്നതിന് കാരണമായി എന്ന തരത്തിലുള്ള വിശദാംശങ്ങളിലേക്കാണ് നമ്മളെ നയിച്ചത്. എന്താണ് ഇതിനകത്ത് റാഫിക്ക് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്? മാത്രമല്ല ഇതിനോടകം തന്നെ പലവിധ റിപ്പോർട്ടുകൾ വിവിധ മീഡിയകളിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ടെത്തിയത് വലിയ തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നമ്മൾ കണ്ടെത്തിയത്. അതിൽ നിന്നും ഒരുപക്ഷെ ആ അന്വേഷണ റിപ്പോർട്ടിൽ നിന്നു തന്നെ എന്തുകൊണ്ടായിരിക്കാം സർക്കാർ നടപടി എടുക്കാത്തത് എന്നതിലേക്ക് കൂടി പോയിന്റ് ചെയ്യുന്ന പല വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലേ റാഫി? തീർച്ചയായും. നേരത്തെ ആദ്യം സംസാരിച്ച ഡോക്ടർ മുരളീധരൻ ഒരു സംശയം നമുക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു. ഈ വാർത്ത എങ്ങനെ വിശ്വസിക്കും എന്ന തരത്തിലുള്ളൊരു സംശയമാണ് ഡോക്ടർ മുരളീധരൻ നമ്മളോട് പങ്കുവച്ചത്. എൻ്റെ ഈ സൈഡിലിരിക്കുന്ന രേഖകൾ അത് ഒരു 120ഓളം വരുന്ന അവയവദാനത്തിനായി എറണാകുളത്തെ ലേക്ഷോർ ആശുപത്രിയിലെത്തിയ ആളുകളുടെ വിവരങ്ങളാണ്. ഇതിൽ വെറും ഒരു പേര് മാത്രമല്ല ഈ രേഖകളിലുള്ളത്. ഈ രേഖകളിലെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയ ആളുകളുടെ പേരും അഡ്രസ്സും എല്ലാം കാണാം. ഇതൊരു ഒരു ദാതാവ്, അതായത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ലേക്ഷോർ ആശുപത്രി, അതിൽ പേഷ്യൻറ്റിൻ്റെ ID നമ്പർ, ഈ പേഷ്യൻറ്റിൻ്റെ പേര്, പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഏത് ഡോക്ടറെ ഈ പേഷ്യൻ്റ് കണ്ടു, ഏത് വിഭാഗത്തിൽ കണ്ടു എന്നുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള 120ഓളം വരുന്ന
ഡോണേഴ്സിൻ്റെ, അതായത് അവയവദാനത്തിനായി ലേക്ക് ഷോർ ആശുപത്രിയിലെത്തിയ ആളുകളുടെ വിവരങ്ങളാണ് ഈ പേപ്പറുകളിലുള്ളത്. ഈ പേപ്പറുകൾ എനിക്ക് ലഭിക്കുന്നത് എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിൽ നിന്നെത്തി പ്രവർത്തിക്കുന്ന ഒരു ഏജൻറ്റിൽ നിന്നാണ്. അതിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിൽ കാണിക്കുന്നുണ്ട്. വ്യക്തമായ ദൃശ്യങ്ങൾ, അയാളിൽ നിന്ന് എങ്ങനെയാണ് ഈ പേപ്പറുകൾ ഞങ്ങൾ കണ്ടെടുത്തത് എന്നുള്ളത് വ്യക്തമായി ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ പേപ്പറുകൾ മാത്രമല്ല, ഈ പേപ്പറുകളിൽ പതിച്ചിരിക്കുന്ന ഈ സീൽ പോലും അയാളുടെ പക്കലുണ്ടായിരുന്നു. ലേക്ക് ഷോർ ആശുപത്രിയുടെ സീൽ പോലും അയാളുടെ പക്കലുണ്ടായിരുന്നു. ഞാൻ ഈ രേഖകൾ വ്യക്തമായി കാണാം നിങ്ങൾക്ക്. ഇതിനകത്ത് ഇത്തരത്തിൽ പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊരു ഡോണറിൻ്റെ പേപ്പറാണ് എന്നുള്ളത് വ്യക്തമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാർക്ക് ചെയ്തതല്ല, ഇത് ഒരു ഏജൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത്തരത്തിൽ 92 തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുടെ രേഖകളാണ് ഒരൊറ്റ ഏജൻറ്റിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് ഈ രേഖകൾ ഞങ്ങൾക്ക് കിട്ടിയത് ലേക്ക് ഷോർ ആശുപത്രിയുടെ തൊട്ട് മുൻപിലുള്ള ലോഡ്ജിൽ അയാൾ താമസിച്ച മുറിയിൽ നിന്നാണ്. 2 ദിവസം അയാളെ എറണാകുളത്ത് ഞങ്ങൾ പിന്തുടർന്നിരുന്നു. ആ 2 ദിവസം അയാൾ അവിടെ എത്തിയതും ഇതുമായി ബന്ധപ്പെട്ട് അയാൾ പ്രവർത്തിച്ചതും ഡോണർമാരുടെ ഒപ്പമായിരുന്നു. ഡോണർമാരുടെ ഒപ്പം ലേക്ക് ഷോർ ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ അയാൾ കയറി ചെല്ലുകയായിരുന്നു. ഒരു ഡോണർ ഈ ഒരു പ്രക്രിയ, ജീവിച്ചിരിക്കുന്ന ഒരു ഡോണർ തൻ്റെ അവയവം വിൽക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അവയവം ആർക്കെങ്കിലും നൽകാൻ തീരുമാനിച്ചാൽ അതിന് വളരെ വലിയ നിയമപ്രക്രിയകളുണ്ട്. സൂക്ഷ്മമായ നിയമ സംവിധാനങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രമേ ഒരു ഡോണർക്ക് തൻ്റെ ഒരു അവയവം നൽകാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ പ്രാഥമിക പ്രക്രിയ എന്തെന്നാൽ അയാളുടെ ആരോഗ്യ പരിശോധനകൾ ആ ആശുപത്രിയിൽ പൂർത്തിയാക്കിയിരിക്കണം. 8 വിഭാഗങ്ങളിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ 8 വിഭാഗങ്ങളിലും ഒരു പുരുഷനാണെങ്കിൽ 7 വിഭാഗങ്ങളിലും എത്തി ഈ പരിശോധനകൾ പൂർത്തിയാക്കണം. ഇത്തരത്തിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കാൻ ഏജൻറ്റ് ഡോണർമാരെയും കൊണ്ടുവന്നപ്പോൾ, ആ ഏജൻറ്റിനെ പിന്തുടർന്നപ്പോൾ 2 ഡോണർമാരെയും കൊണ്ട് ഇദ്ദേഹം ഈ ലേക്ക് ഷോർ ആശുപത്രിയിലെ 7 വിഭാഗങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമായി ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ഇയാളുടെ ഒരു സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഡോക്ടർമാരുടെ മുറികളിലേക്ക് ഒരു തരത്തിലുമുള്ള ഒരു തടസ്സവുമില്ലാതെ ചീട്ടെടുത്ത് കാത്തിരിക്കുന്ന രോഗികളെ മറികടന്നുകൊണ്ട് കയറി ചെല്ലാൻ സാധിക്കുന്നു. റിസ്ട്രിക്റ്റഡ് ഏരിയകളിലേക്ക് ഇയാൾക്ക് അതിവേഗം കടന്നു പോകാൻ സാധിക്കുന്നു. ആരും ഇയാളോടൊന്നും ചോദിക്കുന്നില്ല. ഈ തരത്തിലുള്ള സ്വാധീനം ആ ഏജന്റിന് ലേക്ക് ഷോർ ആശുപത്രിയിലുണ്ട്. ഇത് കൂടാതെ ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഡോക്ടറെ എങ്ങനെ സംശയിക്കണോ, ഡോക്ടർമാരെ സംശയിക്കണോ, ആശുപത്രി ജീവനക്കാരെ സംശയിക്കണോ, ആശുപത്രികളെ സംശയിക്കണോ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഏജന്റിനെ വിശ്വസിച്ച് ഏജന്റിൻ്റെ മൊഴിയിൽ നിന്ന് ആരെയെങ്കിലും സംശയിക്കണോ എന്നാണ് ചോദ്യമെങ്കിൽ, ഒരു ബൈറ്റ് നേരത്തെ ഞാൻ ഇവിടെ കാണിച്ച ആ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ആ ബൈറ്റിൽ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ലേക്ക് ഷോർ ആശുപത്രിയിലെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററായ അപർണയോടാണ്. ഈ അപർണയോട് ഈ ഏജന്റ് സംസാരിക്കുമ്പോൾ വ്യക്തമായി അപർണ മറുപടി നൽകുന്നത് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഡോണറിനെ കുറിച്ചാണ്, ആ ഡോണറിൻ്റെ പരിശോധനകളെ കുറിച്ചാണ്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, എബിസാറ് അതൊന്ന് സ്പീഡാക്കാൻ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളെന്ന്. എബിസാർ എന്ന് പറയുന്നത് നെഫ്രോളജി വിഭാഗത്തിലെ ഡോക്ടറാണ്. എബിസാർ പറയുന്നു, മൂർത്തി എന്ന രോഗിയുടെ കാലിൽ നീരുണ്ട്, അതുകൊണ്ട് നമുക്ക് സർജറിയും അതിൻ്റെ പ്രൊസീഡിങ്സും ഒന്ന് സ്പീഡിലാക്കാൻ പറയണമെന്ന്. ആ പറഞ്ഞത് ഞങ്ങൾ സംഘടിപ്പിച്ചിരുത്തിയ ഒരാളല്ല. നിങ്ങൾക്ക് വ്യക്തമായി പരിശോധിക്കാം. അതിന്റെ എല്ലാ തെളിവുകളും അടക്കമാണ് ഞങ്ങൾ ഡോക്ടർ മുരളീധരൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കുറെയെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ റാഫിയുടെ മറുപടി ഉത്തരമായി കാണും, അതല്ലെങ്കിൽ ഒരു വ്യക്തത കൊടുത്തു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് രഞ്ജിത്തിന് ഇതുവരെയും കൊച്ചിയിലെ ഗതാഗത കുരുക്ക് കാരണം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ നടത്തുന്ന അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത്, ഈ സർക്കാർ സംവിധാനങ്ങൾ ഇത് അറിയാത്തതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, ഈ അവയവ കച്ചവടം? ഞാൻ ഇതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസുകളെ കുറിച്ച് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. ഞാൻ ഇതിന്റെ ലീഗൽ ആസ്പെക്ട്സ് മാത്രം പറഞ്ഞുതരാം. പറയൂ. ഇത് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994 പാർലമെന്റ് ഇനാക്ട് ചെയ്തത്. 1994 അത് 1995 നമ്മൾ കേരളത്തിൽ അഡോപ്റ്റ് ചെയ്തു. അപ്പൊ അത് പ്രകാരം 3 രീതിയിലാണ്, മെയിനായിട്ട് 3 രീതിയിലാണ് അവയവം നിങ്ങൾക്ക് ദാനം കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന്, നിങ്ങൾ നിയർ റിലേറ്റീവ് ആണെങ്കിൽ, ഈ പേഷ്യന്റിന്റെ നിയർ റിലേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 പേരുടെയും കൺസെന്റോട് കൂടി ആവശ്യമായ പരിശോധനകൾ ചെയ്ത ശേഷം ഈ അവയവം ദാനം ചെയ്യാവുന്നതാണ്.
പിന്നീടുള്ളത് അൾട്രോയിസ്റ്റിക് ഡൊണേഷൻ ആണ്. അതിൽ വരുന്നതാണ് ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ ഒരു പൈസ. ഒരിക്കലും ഈ ആക്ട് ബേസിക്കലി ഇന്റന്റ് ചെയ്തിരിക്കുന്നത് ഇത് കൊമേഴ്സ്യൽ ഡീലിംഗ്സ് ഒരു കാരണവശാലും പാടില്ല എന്നുള്ള ഒരു പർപ്പസോട് തന്നെയാണ്. ഇത് സ്ട്രീംലൈൻ ചെയ്യുക, ഈ പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്യുക, അതുപോലെ കൊമേഴ്സ്യൽ ഡീലിംഗ്സ് ബാൻ ചെയ്യുക. ഇതാണ് ഈ ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് തന്നെ. അപ്പോൾ രണ്ടാമത്തെ രീതി ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ അൾട്രോയിസ്റ്റിക് മെത്തേഡിൽ വരുന്നത്, അതിന്റെ കൂടെ വരുന്നതാണ് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ പൈസ മേടിക്കാതെയുള്ള ഡൊണേഷൻ എന്ന് പറയുന്നതാണ് അതിൽ വരുന്നത്. പിന്നെ അടുത്തത് മൂന്നാമതായിട്ട് വരുന്നതാണ് ബ്രെയിൻ ഡെത്തിലൂടെ വരുന്നത്, ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷനിലൂടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ മൂന്ന് മെത്തേഡിലൂടെ മാത്രമേ നമുക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ആക്ടില് 1994 ആക്ടില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അതും പോരാത്തതിന് ഗവൺമെന്റ് 2017 ഒരു ഹൈ ലെവൽ കമ്മിറ്റി വിളിച്ചുകൂട്ടി ഹെൽത്തിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയിൽ കുറെ കാര്യങ്ങൾ തീരുമാനത്തിലെടുത്തു, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതും കഴിഞ്ഞ് 2018 ഗവൺമെന്റ് ഒരു GO ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പൊ പ്രൊവിഷൻസ് ഉണ്ട്. ഈ പ്രൊവിഷൻസ് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു ഈ കൊമേഴ്സ്യൽ ഡീലിംഗ്സ് വരുന്നത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ആ പ്രൊവിഷൻസ് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സർക്കാർ സംവിധാനങ്ങളല്ലേ? തീർച്ചയായിട്ടും പാലിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. ആ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ആ പരാജയപ്പെടുന്നു. ഒപ്പം ഇങ്ങനെ കൺമുന്നിൽ നഗ്നമായ നിയമലംഘനങ്ങൾ നടക്കുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വെറും 3 മാസം കൊണ്ടാണ് ഇത്രയധികം തെളിവുകൾ സമാഹരിച്ചത്. എന്തുകൊണ്ടായിരിക്കും സർക്കാരിന് ഈ ഒരു കച്ചവടം, ഈ ഒരു തട്ടിപ്പ് കാണാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കണ്ടിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് അതിൽ പല സ്ഥലത്തും പരാതികൾ ചെന്നതായിട്ട് അറിയുന്നു. ഇപ്പോൾ ഈ ആക്ട് പ്രകാരമാണെങ്കിൽ ആക്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 2011 വീണ്ടും അമെൻഡ് ചെയ്ത് പ്രൊവിഷൻ വീണ്ടും ഇപ്പം 10 years ഇംപ്രസൺമെന്റും 25 lakhs പെനാൽറ്റി ഫൈനും കൂടെ കൂടിയുള്ള പണിഷ്മെന്റ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ആക്ടിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഇതിൽ ബേസിക്കലി ആക്ട് പ്രകാരം ആക്ട് ചെയ്യേണ്ട ഒരു അതോറിറ്റി. ഇവർക്ക് ഈ ആക്ടിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ ഈ അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം മജിസ്ട്രേറ്റിന് മുമ്പിൽ. അതല്ല എങ്കിൽ ഇവർക്ക് മുമ്പിൽ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ 60 daysനുള്ളിൽ ഈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാവുന്നതാണ് ഏതൊരു വ്യക്തിക്കും. അപ്പോ ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ പരാതികൾ ഇഷ്ടം പോലെ ചെന്നിട്ടുണ്ടാവാം, പല രീതിയിൽ ചെന്നിട്ടുണ്ടാവും. പക്ഷേ അത് വേണ്ട രീതിയിൽ ഈ പ്രൊവിഷൻസ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഈ സിസ്റ്റത്തിന്റെ പരാജയം. വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇന്ന് ഓർഗൻ ട്രാൻസ്പ്ലാന്റിനോ ഓർഗൻ ഡൊണേഷനോ ആരും എഗൻസ്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെല്ലാം പറയുന്നത് നിങ്ങൾ ഈ സ്ട്രീം ലൈൻ എന്നേ പറയുന്നുള്ളൂ. ഇതിലുള്ള കൊമേഴ്സ്യൽ ഡീലിംഗ്സ് നിങ്ങൾ അവസാനിപ്പിക്കൂ എന്നേ പറയുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ മനസ്സിലാക്കി കൊടുത്തോളം ഓരോ ഓർഗന് 20-30 ലക്ഷം രൂപ വരെയാണ് ക്ലെയിം മേടിക്കുന്നത്. 20-30 ലക്ഷം രൂപ വരെ. അതെ അഡ്വക്കേറ്റ് രഞ്ജിത്ത്, ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങൾ മനസ്സിലാക്കിയ പ്രകാരം ഇപ്പോൾ ഇന്ന് തന്നെ ലേക്ക് ഷോർ ആശുപത്രിയുടെ പേരാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. ഇങ്ങനെ വൻകിട ആശുപത്രികൾ, വൻകിട മുതലാളിമാർ നടത്തുന്ന വൻകിട ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അവയവ കച്ചവടം നടക്കുമ്പോൾ അവരെ തൊടാൻ ഭയക്കുന്നത് കൊണ്ടാകുമോ ഒരുപക്ഷെ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇതൊന്നും ആ സിസ്റ്റത്തിന് മുന്നിൽ വരാത്തത് കൊണ്ടാണ് എന്ന് കരുതാൻ വയ്യ. അതില്ല, ഒരിക്കലും ഇല്ല. വരാത്തത് കൊണ്ടാണെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ വയ്യ. നടപടി എടുക്കാൻ ബാധ്യതപ്പെട്ടവർ നടപടി എടുക്കുന്നില്ല എന്നുള്ളിടത്താണ് സിസ്റ്റം പരാജയപ്പെടുന്നത്. ഡോക്ടർ മുരളീധരനിലേക്ക് വീണ്ടും പോവുകയാണ്. ഡോക്ടർ മുരളീധരൻ, ഇന്നിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതുവരെ കണ്ടതെല്ലാം മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന വിധം സമഗ്രമായ തെളിവുകളോടെയാണ് ഞങ്ങൾ ഇന്ന് ഈ പാക്കേജുകൾ പൊതുജനത്തിന് മുന്നിലേക്ക് വച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല മാധ്യമങ്ങളിലും ഇതിനോടകം വാർത്തകൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഡോക്ടറും ഒരുപക്ഷെ അത് പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും, ചാനലുകളിൽ കണ്ടു കാണും. എന്നിട്ടും ഇന്നിപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട് വന്ന് ഒരു പകൽ പിന്നിട്ടിരിക്കുന്നു. ആരോഗ്യ
മന്ത്രിയോ ആരോഗ്യവകുപ്പോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അധികാരികൾ ആരും തന്നെ മിണ്ടിയിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ ഇതിനു മുന്നേയുമുണ്ട്. ഇതിനു മുന്നേയും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ പല റിപ്പോർട്ടുകളും ഇതിൻ്റെ അറ്റവും മൂലയുമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഒരു അന്വേഷണം പോലും നടക്കാത്തത്? പ്രിയ സുഹൃത്തെ, ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് എൻ്റെ ആ ഒരു സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടും നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവയവ കച്ചവടം നടക്കുന്നുള്ള അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇഷ്യൂ. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നിയമങ്ങൾ ശരിക്കും നിയമത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു നിയമം വരുമ്പോൾ അത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഈ നിയമം മതിയാവുന്നില്ല, അല്ലെങ്കിൽ നിയമത്തിന് അപ്പുറത്ത് എന്തൊക്കെയോ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അവയവ കച്ചവടം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെയോ നിങ്ങളുടെയോ റിലേറ്റീവ് നമ്മൾ ഒരു കിഡ്നി വേണം, അവർ ഒരു 3 മാസത്തിൽക്കുള്ളിൽ ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർ പറയുന്നു. നമ്മൾ ഇപ്പോൾ KNOസിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 5 ലക്ഷം പേരാണ് ഒരു വർഷം അവയവം കിട്ടാതെ മരിച്ചു പോകുന്നത്. ഇന്ത്യയിൽ 1.5 ലക്ഷം പേര് കിഡ്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിൽ 2500 പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 മാസം കൊണ്ട് മരിച്ചു പോകുന്ന നമ്മൾ പറയുന്ന ഒരു ക്ലോസ് റിലേറ്റീവ്, അവർക്ക് കിഡ്നി വേണം. നമ്മൾ എന്ത് ചെയ്യും? അവരെ മരണത്തിന് വിട്ടുകൊടുക്കുമോ? അല്ല, നിങ്ങൾ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കുന്ന പോലെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു 3 മാസം കൊണ്ട് മരിച്ചു പോകുന്ന ഒരാൾ എങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം വലിയൊരു ഇഷ്യൂ ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ വരും. അപ്പോഴാണ് ഈ വയലേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് എന്താണ് സൊല്യൂഷൻ? അതിനുള്ള സൊല്യൂഷൻ നമ്മളിപ്പോൾ ഇറാനിലെ പോലെയോ സ്പെയിനിലെ പോലെയോ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടി വരും ഭാവിയിലെങ്കിലും ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇറാനിൽ ഇപ്പോൾ കിഡ്നി കിട്ടാനുള്ള ഒറ്റ കുട്ടി പോലും നിൽക്കുന്നത്, എല്ലാവർക്കും ആവശ്യമുള്ളവർക്കൊക്കെ കിഡ്നി കിട്ടുന്നു. സ്പെയിനിലെ ഗവൺമെൻറ്റാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടി വരും. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആക്കും തോറും ഇത് വയലേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടി വരുന്നത്. ഒരു മരണത്തിൻ്റെ മുന്നിൽ, ഒരു ക്ലോസ് റിലേറ്റീവ് മരണത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ നിയമങ്ങൾ വലിയ തോതിൽ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കണം എന്ന് യാതൊരു നിയമവുമില്ല. ആരും അങ്ങനെ നിൽക്കാൻ തയ്യാറാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ റിലേറ്റീവിനെ ജീവിപ്പിക്കാനല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് വയലേറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും, നിരന്തരമായി വയലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് വയലേറ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി ശിക്ഷ വർദ്ധിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അത് എങ്ങനെ മോഡിഫൈ ചെയ്യണമെന്ന് പറയാൻ സമൂഹവും ഗവൺമെൻറ് ആലോചിക്കേണ്ടത് എൻ്റെ പക്ഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലെ പോലെയോ സ്പെയിനിലെ പോലെയോ ഇത് കുറച്ചുകൂടി അവയവദാനത്തിന് നിയമങ്ങൾ കർശനമാക്കാതെ എങ്ങനെയാണോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ആ രീതിയിലാക്കുകയല്ലേ അതിന് ഉത്തമമായ വഴി. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു പേഷ്യൻ്റ് മരിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ ആലോചിച്ച് പോവില്ലേ? നിങ്ങളുടെ ഒരു റിലേറ്റീവ് മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് പോവില്ലേ? അത്തരം കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടേ. അതിന് പകരം നിയമങ്ങൾ കർശനാക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. എൻ്റെയോ നിങ്ങളുടെയോ ക്ലോസ് റിലേറ്റീവ്, എൻ്റെയോ നിങ്ങളുടെയോ ഒരു വളരെ അടുത്ത റിലേറ്റീവ് കിഡ്നി കിട്ടാൻ വേണ്ടി 3 മാസത്തിനുള്ളിൽ മരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ സജഷൻ, ഒരു ആരോഗ്യ പ്രവർത്തനം എൻ്റെ സജഷൻ, നമ്മൾ നിയമങ്ങൾ കർശനാക്കുന്നതിന് പകരം എന്താണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, അതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത് എൻ്റെ പക്ഷം. നിയമങ്ങൾ കർശനമാക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ഇടനിലക്കാരെ തടയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർ മുരളീധരൻ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇക്കാര്യത്തിൽ അവയവം കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിലെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതിനോട് മനുഷ്യത്വമുള്ള ആരും യോജിക്കുകയുള്ളൂ, അതിനെതിരെ നിൽക്കില്ല. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് നടക്കുന്ന അവയവ കച്ചവടത്തെ, ഇടനിലക്കാരെ, ആ മാഫിയയാണ് ഞങ്ങൾ തുറന്നുകാട്ടാൻ ആഗ്രഹിച്ചതും. ഇപ്പോൾ കൃഷ്ണപ്രിയ കൂടി ചേരുകയാണ്. കൃഷ്ണപ്രിയ, നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടത് പലപ്പോഴും ഈ അവയവ മാറ്റം ഏറ്റവും കൂടുതൽ നടത്തുന്നത് സ്ത്രീകളാണ് എന്നുള്ള കണക്ക് നമുക്ക് മുന്നിലുണ്ട്. ഐക്യരാഷ്ട്ര സഭയടക്കം അത്തരത്തിലുള്ള കണക്കുകൾ, ലോകാരോഗ്യ സംഘടനയടക്കം ആ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ആ അനുപാതം അവയവ കച്ചവടത്തിലും അതേപോലെ നടക്കുന്നു. ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെടുന്നത് സ്ത്രീകൾ. നമുക്ക് അത്തരത്തിലുള്ള സ്ത്രീകളെ കണ്ടുമുട്ടുവാൻ ഈ അന്വേഷണത്തിനിടയിൽ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണപ്രിയയ്ക്ക് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ എന്താണ്? അവർക്ക് ഈ നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പിടിപാടുണ്ടോ? ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ UN-ൻ്റെ റിപ്പോർട്ടടക്കം ഇതിലുണ്ടായിരുന്നു. അവയവമാറ്റ ശസ്ത്രക്രിയയിൽ സ്ത്രീകളാണ് കൂടുതലും
പങ്കെടുക്കുന്നത് എന്ന ഒരു കാര്യം. പക്ഷേ ഇവിടെ നമ്മളിപ്പം നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ കേരളത്തിലെ കൊച്ചിയിലെ കാര്യങ്ങൾ നോക്കിയാൽ 5 സ്വകാര്യ ആശുപത്രികൾ മാത്രമാണ് നമ്മൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയത്. ഇതിൽ ഏറ്റവും അധികം അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയത് സ്ത്രീകളാണെന്നത് നമുക്ക് വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാണ്. ഇവരെ നമ്മൾ പലരെയും നേരിൽ കണ്ട് സംസാരിച്ചു, പലരെയും ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്തു. ഇതിൽ നിന്നൊക്കെ ഇവരുടെ എന്താ പറയുന്നത് അവരുടെ ഒരു വിഷമം, അതായത് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള അവരുടെ ഒരു അവസ്ഥ അത് ഭയങ്കര പരിതാപകരമായൊരു സാഹചര്യമായിരുന്നു. കാരണം അവർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവർക്ക് അതിനൊത്ത് ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ വാർത്തയിൽ കണ്ടു, ബിജുമോൾ എന്ന് പറയുന്നത് കളമശ്ശേരി സ്വദേശിനിയാണ്. അവരനുഭവിച്ച ആ വിഷമം അല്ലെങ്കിൽ ആ ഒരു ദുരിതം അത് അവർ തന്നെ പറയുന്നുണ്ട് എത്രത്തോളം ഭീകരമാണ് എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഇത്തരം സ്ത്രീകളെ മാത്രം അവയവമാറ്റ ശസ്ത്രക്രിയയിൽ ഇത്തരം ഏജന്റുമാർ അല്ലെങ്കിൽ ഇടനിലക്കാർ കൃത്യമായി തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ പുരുഷന്മാർ, അതായത് ഈ കുടുംബം നോക്കേണ്ടത് പുരുഷന്മാരാണെന്ന ഒരു കാര്യം അത് ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ കുടുംബം നോക്കി നടത്തേണ്ടവളാണ് സ്ത്രീ എന്ന ഒരു ഉപബോധ മനസ്സിൻ്റെ ചിന്ത അതിൽ നിന്നും വന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സ്ത്രീകളാണ് അവർക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഇത്തരത്തിൽ സ്ത്രീകൾ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നത് കുടുംബത്തിലെ മറ്റുള്ളവർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിക്കൂടിയൊക്കെയാണ്. അതുപോലെ കുടുംബത്തിൻ്റെ കടം തീർക്കുക, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിൻ്റെ ജപ്തി, ബാങ്ക് ജപ്തി ഉണ്ടാകാം, മക്കളുടെ കല്യാണം, മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇതിനെയെല്ലാം അവർക്ക് സാമ്പത്തികമായി നേരിടണമെങ്കിൽ ഇത്തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അവർ വിധേയരാകേണ്ടി വരികയാണ്. കൃഷ്ണപ്രിയ, ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് അവരെ ഇത്തരത്തിൽ ഒരു സംഗതിയിൽ ഇരകളാക്കി കൊണ്ടുചെന്ന് നിർത്തുന്നതും അവർ അവിടെ ഇരകളാക്കപ്പെടുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ റോയിലേക്ക് ഒന്നുകൂടി പോയാൽ, ഡോക്ടർ മോഹൻ റോയ്, ഒരു സിനിമ കൊണ്ട് മാത്രം ഇത്തരത്തിൽ ഒരു സർക്കാർ സംവിധാനം ഒന്നാകെ പ്രചരണം നടത്തി വെച്ചിരിക്കുന്ന ഈ അവയവ ദാനത്തെക്കുറിച്ച് എല്ലാവരും പാടി പുകഴ്ത്തുമ്പോൾ ഒരൊറ്റ സിനിമ കൊണ്ട് അത് കേരള മനസാക്ഷി ഒന്നാകെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് മാത്രം മരണാനന്തര അവയവദാനം ഇവിടെ നടക്കാതായിരിക്കുന്നു, ആ റേറ്റ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? അല്ല, ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങൾക്കും സിനിമയ്ക്കുമൊന്നും യാതൊരു ഇമ്പാക്റ്റും ഇല്ല എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമായിരിക്കും ഞാൻ വിശ്വസിച്ചോട്ടെ. ചെറിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും, പക്ഷേ ഇത്ര വലിയ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാകും? പ്രചോദനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത്, ഫഹദിനുണ്ടായിരുന്ന രോഗം എന്താണെന്ന് ചോദിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ 5 പേർക്കെങ്കിലും കൃത്യമായി അറിയാൻ പറ്റും. ഞാനൊരു സൈക്യാട്രിസ്റ്റ് ആണ്, എനിക്കിത് പണ്ടേ അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഫഹദിനുണ്ടായിരുന്ന രോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മണി പോലെ എല്ലാവരും പറയും. എന്തുകൊണ്ടാണ് ഈ ഇമ്പാക്റ്റ് ഒരു സിനിമയ്ക്ക് ഇല്ല എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അടിസ്ഥാനപരമായ ഒരു മനോരോഗ ചികിത്സകനായതുകൊണ്ട് പറയുകയാണ്. ECT എന്ന് പറയുന്ന ഷോക്ക് ചികിത്സ, അത് ഭാവിയിൽ നമ്മുടെ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വരികയാണ്. ECT എന്ന ഷോക്ക് ചികിത്സയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രചാരണം കേരളത്തിലെ ഒരു സിനിമയിൽ നിന്നാണ് ഉണ്ടായത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കറണ്ടൊക്കെ അടുപ്പിച്ചിട്ട് ECT റൂമിൽ നിന്ന് അതായത് ഒരു രോഗി അക്രമാസക്തനായ ഡോക്ടറെ അടുത്തേക്ക് വരുന്നു, നേരെ കറണ്ട് കൊടുക്കുന്നു, അതിന്റെ പുറത്തൊരു ചുമന്ന ലൈറ്റ് മിന്നി കാണിക്കുന്നു. ധാരാളം ECT കൊടുത്തിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് ആണ് ഞാൻ. ഈ ചുമന്ന ലൈറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ചുമന്ന ലൈറ്റ് അങ്ങോട്ട് പിന്നുന്നു, അദ്ദേഹം അത്തുനിന്ന് മുടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്നെ ഷോക്ക് അടിപ്പിച്ചല്ലേടാ, അടുത്ത കറണ്ട് ബില്ല് വരുമ്പോൾ നീ കാണും എന്ന് പറയുന്ന ഒരു ഹാസ്യം കലർത്തിയ ഒരു രംഗമുണ്ടല്ലോ. അതൊക്കെ എന്തുമാത്രം അപഹാസ്യമാണെന്നുള്ളത് പോട്ടെ, അത് ഈ ഷോക്ക് ചികിത്സ എന്നുള്ളതിൽ നിന്നും എത്രയും ആൾക്കാരെ പിന്തിരിപ്പിച്ചതിന്റെ എനിക്ക് നേരിട്ടത്. അപ്പൊ ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു ശക്തി ഇല്ല എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, അങ്ങനെ വിശ്വസിക്കുന്നതിൽ അങ്ങനെ ആയിക്കോട്ടെ. അതല്ല വാസ്തവം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇതിന്റെ പരിഹാരം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. ഇപ്പൊ സ്പെയിനെ കുറിച്ച് മുളയേറെ സാർ സംസാരിച്ചു. സ്പെയിൻ എന്ന് പറയുന്നത് അത് ആ രാജ്യത്തിന്റെ കണക്കുകൾ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ലോകവ്യാപകമായിട്ട് 10 ലക്ഷം ആൾക്കാരിൽ എത്ര പേരാണ് ഡൊണേഷൻ കൊടുക്കുന്നത് ഒരു കണക്കുണ്ട്. 2023 സ്പെയിനിലെ കണക്കുകൾ 48.9. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് രഞ്ജിത്ത്, ഒപ്പം ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ മോഹൻ റോയ് ഈ ചർച്ചയിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും അവയവ മാഫിയ വളർന്ന് പന്തലിച്ചിട്ടും ആരോഗ്യവകുപ്പോ സർക്കാരോ ഇതുവരെ അത് അറിഞ്ഞിട്ടില്ലേ
എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വിശദമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരു പകൽ പിന്നിടുകയാണ്. അധികാരികൾ ആരും ഇതുവരെ മിണ്ടിയിട്ടില്ല. നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് ആരോഗ്യ കേരളം. കാരണം ഇത് സാധാരണ മനുഷ്യരുടെ ജീവൻ വച്ചുള്ള കളിയാണ്. നമസ്കാരം.